വേറെ എന്തെല്ലാം കാരണത്താലാണ് ഇതുപോലെ റിജക്ഷൻ വരാറ്? റിജക്ഷൻ വരുന്നത് ഇപ്പൊ ഈ അടുത്തൊരു റിജക്ഷൻ ഉണ്ടായ കേസ് ഞാൻ ഫയൽ കണ്ടിട്ട് ഞാൻ പറയുകയാണേ. കോട്ടയത്ത് നിന്നാണ് നമ്മളെ വിളിച്ചത്. അവർക്ക് 2019 ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. 2023 മകന് വയറുവേദന വന്നു. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് നമ്മൾ വിളിച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ കുറ്റമാണല്ലോ നമ്മളോട് പറയുക. ക്ലെയിം കിട്ടാത്തത് കൊണ്ട് അതെ, ക്ലെയിം റിജക്ട് ചെയ്തല്ലോ. റിജക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പോലും അവസരം ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് അയാൾ പറഞ്ഞത് മനസ്സിലാവണമില്ല. കാരണം അയാൾ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി അടക്കം നമ്മളൊക്കെ അതിന് ഭാഗവാക്കുകളാണല്ലോ. കിട്ടിയില്ല, 4 വർഷം ആയിട്ട് ക്ലെയിം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ നോണ പറയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒരു അഡ്വൈസറുടെ ഫോൺ നമ്പർ വാങ്ങി കറക്റ്റ് എന്താ വരുന്നു ചോദിച്ചപ്പം ഇവര് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് വയറുവേദനയായിട്ട് ലിസി ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവര് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം പോയി വീണ്ടും ട്രീറ്റ്മെന്റ് നടത്തുന്നത് ഈ ഫയൽ എടുത്തിട്ടാണ്. പഴയ ഫയൽ എടുത്തിട്ടാണ് പോയത്. അതെ, പക്ഷെ ഇത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കാണിച്ചിട്ടില്ല. നമ്മളുടെ ഭൂരിഭാഗം നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ പോവാറുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം പിന്നെ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ഈ പഴയ ഫയൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അത് എടുത്താല് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനി എന്താ പറയുന്നതെന്ന് അറിയോ, നമ്മൾ അസുഖം മറച്ചു വെച്ചിട്ടാണ് ഇത് എടുത്തത്. അതെ അതെ. പിന്നെ ആ കുട്ടിക്ക് കിട്ടൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലിവർ സിറോസിസ് എന്താണ്. അപ്പൊ ലിവർ സിറോസിസ് 2019 ഉണ്ട് എന്നുള്ള തെളിവായി. ഇൻഷുറൻസ് കമ്പനിയുടെ മുമ്പിൽ എന്താണ് തെളിവായി.